ഗൈസ്, അപ്പോൾ അടുത്തൊരു റോഡ് ട്രിപ്പിനുള്ള സമയമായിരിക്കുകയാണ്. ആക്ച്വലി റോഡ് ട്രിപ്പ് മാത്രമല്ല, നമ്മളിന്ന് നമ്മുടെ ലൈഫിലെ ആദ്യത്തെ ഷൂട്ട് നമ്മൾ ഇന്നേ വരെ ഞാനും മൃദുലയോ അങ്ങനെ കല്യാണത്തിന് നമ്മൾ ഒരുങ്ങി അല്ലാണ്ട് വേറെ അങ്ങനെ ഷൂട്ടോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. സോ നമ്മൾ വിഷു ഒക്കെ അല്ലേ, വിഷു ആറായി. നിങ്ങൾ വീഡിയോ കാണുമ്പോൾ വിഷുവിന് മുമ്പ് കാണുമെന്ന് എനിക്ക് അറിയത്തില്ല. ഇല്ലേ, വിഷു ഉടനെ ഇല്ലേ? 14-ാം തീയതി വിഷു ആയതുകൊണ്ട് നമ്മൾ വിഷുവിന്റെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഉടനെ നമുക്ക് കൊച്ചു കൃഷ്ണനൊക്കെ ആക്കണ്ടേ? കൊച്ചു കൃഷ്ണനൊക്കെ ആക്കണ്ടേ? താല്പര്യമില്ലല്ലോ, രാവിലെ ആലോചനയിലാണല്ലോ. രാധെ ആലോചിക്കണോ? എന്തോ സ്വപ്നം കണ്ട് ഇവിടെ ഇല്ല ആള് കേട്ടോ. അപ്പൊ കൈസ്, നമ്മൾ രാവിലെ ഇവിടുന്ന് കോട്ടയം പോവാണ്. നമ്മുടെ പത്തനംതിട്ട, റാന്നി, കോന്നി ആ റൂട്ടാണ്. എനിക്ക് ആ റൂട്ട് വണ്ടി ഓടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. സോ നമ്മൾ ഇന്നലെ രാത്രി തന്നെ നൈറ്റ് ഞാനും മൃദുലയും കൂടി വണ്ടിയൊക്കെ കഴുകി കുട്ടപ്പനാക്കി ഇട്ടിട്ടുണ്ട്. വൈപ്പറൊക്കെ താത്തുക്കട്ടെ, അപ്പോൾ കഥ പൂട്ടിക്കോ. അപ്പൊ രാവിലെ 10 മണിക്ക് ഇറങ്ങാൻ നിന്ന് നമ്മൾ ഇപ്പോൾ ഏതാണ്ട് 12:30 അത് റീസൺ വേറൊന്നുമല്ല, വീട്ടിൽ വേസ്റ്റ് എടുക്കാൻ ഇന്നലെ ഞായറാഴ്ച ആയിരുന്നു. അപ്പോൾ വേസ്റ്റ് വീട്ടിൽ ഒരു ബക്കറ്റ് നിറഞ്ഞ്, അപ്പോൾ അതുകൊണ്ട് അത് കൊടുത്തിട്ട് പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു. ഇല്ലെങ്കിൽ വീട് മൊത്തം നാറും തിരിച്ചു വരുമ്പോൾ. അതുകൊണ്ടാണ് ഇത്ര ഡിലേ ആയത്. നമ്മൾ രാവിലെ തൊട്ട് റെഡി ആയിട്ടിരിക്കുവായിരുന്നു ആക്ച്വലി. അപ്പോൾ ലെറ്റ്സ് ഗോ ഗൈസ്, നമുക്ക് പോവാം. കുറേ ദിവസം നമ്മൾ ഫോർച്യൂണറിൽ എങ്ങോട്ടെങ്കിലൊക്കെ പോയിട്ട് എപ്പോഴും നമ്മൾ BYD എടുക്കുന്നെന്ന് എല്ലാവർക്കും പരാതി, നമ്മൾ ഫോർച്യൂണർ എടുക്കുന്നില്ല എന്നുള്ളൊരു പരാതി. സോ അതുകൊണ്ട് മാത്രമല്ല, എനിക്ക് വണ്ടി ഓടിക്കാൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്തു. ഫോർച്യൂണർ ഓടിച്ചിട്ടും കുറച്ച് ദിവസമായി. ഓക്കെ ഗൈസ്, അപ്പം നമുക്ക് ട്രിപ്പൊക്കെ സെറ്റ് ചെയ്യാം. ട്രിപ്പ് സെറ്റ് ചെയ്യാം ഗൈസ്. ഏതോ ഒരു ട്രിപ്പ് സെറ്റ് ചെയ്തിട്ട് 5000 കിലോമീറ്റർ ആയി, ഇതിലോട്ടും മാറ്റിയിട്ടില്ല. ഓക്കെ, 0. സത്യത്തിൽ നമ്മളെ ഈ ട്രിപ്പ് ഒരു പ്ലാൻ ഇല്ല കേട്ടോ. നമ്മൾ എത്ര ദിവസത്തേക്കാണ്, നമ്മൾ ഷൂട്ടിനാണ് നമ്മൾ പോകുന്നത്. പക്ഷെ ചിലപ്പോൾ എനിക്ക് അവിടുന്ന് വേറൊരു സ്ഥലത്തോട്ടും കൂടി പോകണമെന്നുണ്ട്. അങ്ങനെ അതുകൊണ്ട് തന്നെ നമ്മൾ ലഗേജ് മാക്സിമം നമ്മൾ എപ്പോഴും പോകുന്നത് നമ്മൾ പെട്ടി അത് 2 എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ എങ്ങനെയാ തുടങ്ങല്ലേ? ലെറ്റ്സ് ഗോ. വേനൽ മഴ, ഈ മഴ വരുന്നത് അത് ചൂടളവാൻ വേണ്ടിട്ട്. പൊന്നെ, നിന്ന് ഇടയ്ക്കിടയ്ക്ക് മഴ, എന്നാലും മഴ കാണുമ്പോൾ ഒരു സന്തോഷം. നമ്മള് നിലമേലെത്തി ഗൈസ്. ഫുഡ് കഴിക്കാൻ വിശക്കുന്നുണ്ടോ? 3 ദോശ ഒരു മുതുക്ക് തലയും മീൻ്റെ. പണ്ട് നമ്മൾ ആണുങ്ങളെ തല തന്ന മീശ കളിക്കത്തില്ലെന്ന് പറയും. എന്തോ അത് പിന്നെ ഞാൻ പണ്ട് തൊട്ടേ തിന്നില്ല. അതുകൊണ്ട് എനിക്ക് നല്ല കട്ട മീശ ഉണ്ടല്ലോ. നമ്മള് നല്ല പ്യുവർ വെജ് ആര്യ ഭവൻ. ഇത് കൊട്ടാരക്കരയുള്ള നീ തിളങ്ങുന്നല്ല. മരങ്ങാട്ട് കോണം. എന്റെ പാന്റ്, എന്റെ ടീഷർട്ട് ഊള സ്വന്തമായിട്ട് ആര് പറഞ്ഞു? പാന്റ് എന്റെ വേണ്ട. മൃദുല കൈ കഴുകാതെ കേറിയതാ കേട്ടോ. പിന്നെ പറയാ അവരെന്ത് വിചാരിക്കും ഞാൻ കൈ കഴുകിയില്ലെന്ന്. ഇത് അക്കിയുടെ ടീഷർട്ടാ കേട്ടോ. അല്ലേ, കാറി ഇരുന്ന് മീനി ചേച്ചി കോൾ ചെയ്യുമായിരുന്നു. അവന്റെ അടുത്ത് സംസാരിച്ചാൽ മാത്രമേ, അമ്പൂന്ന് സംസാരിച്ചാൽ മാത്രമേ അവൻ റിപ്ലൈ ചെയ്യത്തുള്ളൂ. അല്ലേ അമ്പൂ? കൃഷ്ണനാകും അടിപൊളിയായിരിക്കും അല്ലേ അമ്പൂനെ? കൃഷ്ണനാകൂലേ അവനെ? ക്യാമറ തുറന്നു. നിങ്ങളുടെ കാര്യം പറയാ. തുള്ളല് അമ്പുനെ കാറി ഇരിക്കുമ്പോ ഇഷ്ടമല്ല കേട്ടോ. അത് പകല് രാത്രി ഓക്കെയാ, രാത്രി ഉറങ്ങിക്കോളൂ. ചപ്പാത്തി നമ്മള് മീൽസ് ആട്ടോ പറഞ്ഞു, വെജ് മീല്. ഇവിടെ ബിരിയാണിയോ? അത് കൊള്ളാല്ലേ, ചെറിയൊരു ബിരിയാണി. അടിപൊളി കേട്ടോ, അടിപൊളി സാധനം. അപ്പൊ നമ്മൾ ആദ്യം ഈ ചപ്പാത്തി തിന്നിട്ട് അവർ തരത്തോളോ? ചപ്പാത്തി കറി. മൃദുലേ പറഞ്ഞു ഇവിടെ കയറാന്ന് കേട്ടോ. മൃദുലയ്ക്ക് മന്തിയാ ഇഷ്ടം. ഉച്ചക്ക്
എനിക്ക് സത്യമായ വിശപ്പോലും ഇല്ലായിരുന്നു. ഗൈസ് നല്ല അറുമയാണ് സാപ്പാട്. என்ன வேணும்? சாம்பார் வேணுமா? மோடா. ஓகே. இது என்ன பண்றது? இது അറിയാൻ വയ്യ. പിള്ളേരെ കൊണ്ടാടി നമ്മള് കഴിക്കാൻ കയറിയുണ്ടല്ലോ. ഇവിടുത്തെ ജോലിക്കാർക്ക് ഭയങ്കര ജോലിയാണ്. ഫുഡിന് അപ്പൊ ഒരു മീൽസിന് 170 ആയില്ലേ? 170 പൈനാപ്പിൾ ജ്യൂസ് ഇല്ലായിരുന്നോ? അതിന് 80 രൂപ വാങ്ങിച്ചോ. 80 അത് കുഴപ്പം, പിന്നെയും കുഴപ്പമില്ലെന്നറിയാം. പക്ഷെ മീൽസ് 170 അട്ടർ ഫ്ലോപ്പ് ആയിരുന്നു കേട്ടോ. 170 അമ്മേ മോന് എന്തോരം ഉറക്കമായിരുന്നറിയോ? ഇവിടെ ഒരു പാവപ്പെട്ട വണ്ടി ഓടിക്കുക. പാർട്ടി പരിപാടി, മൊത്തം പാർട്ടി പരിപാടി ആയിരുന്നു കേട്ടോ. ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു. നമ്മളിപ്പം കോട്ടയം ഇനി 33 കിലോമീറ്റർ കൂടി ഞാനന്ന് 1 പോയിട്ട് വരാം. എന്നിട്ട് നമുക്ക് നല്ല ചൂട് ചായ പിടിക്കാം. ഓക്കെ. പക്ഷെ നല്ല റോഡാട്ടോ ഇങ്ങോട്ട്, സെറ്റ് റോഡാ. ഇതാ വരുന്ന അച്ഛൻ, ഇതാ വരുന്ന ചൂട് ബജ്ജി. അതേ ചാറ് ഞാൻ ഉഴുന്നുവടയുടെ കൂടെ മുക്കി നോക്കി, ടേസ്റ്റ് ഇല്ല. ബജ്ജിയുടെ കൂടെയാണ് നല്ല കോംബോ. ഞാൻ കട്ടൻ, മൃദുല ചായ. അമ്പൂട്ടന് ഒന്നുമില്ല, JCB. വെള്ളം. ഫരണങ്ങാനം എന്ന അതിമനോഹരമായ ഒരു ഗ്രാമം. നമ്മള് റോഡിൽ കൂടെ പോകുമ്പോ നല്ല വലിയൊരു ക്ഷേത്രത്തിന് ഇതൊക്കെ കണ്ടു. പക്ഷെ ഞാനും കേട്ടിട്ടുണ്ട് ഈ ക്ഷേത്രം ഭയങ്കര ഫേമസ്. ഞാൻ കേട്ടിട്ടുണ്ട്. ആർക്കും അറിയത്തില്ല. എന്തിനാ ഇത് ആരും ഒന്നും ചെയ്തില്ല. വേറെ ഹാപ്പി ന്യൂസ് ഉണ്ട്. അമ്പൂന് പല്ല് വന്ന് താഴെ 2 പല്ല് കാണിച്ചു തരത്തില്ല. 2 പല്ല്. അത് മേളത്തെ പല്ലുമല്ല, അത് ക്യൂട്ടും അല്ല, താഴത്തെ ചെറുതൂടെ അല്ലേ, ആ ക്യൂട്ടും അല്ല. പല്ലൊക്കെ വന്നു കേട്ടോ. നല്ല രസമുണ്ട്. ഇനി നമുക്ക് ഇവിടുന്ന് അരമണിക്കൂർ യാത്രയേ ഉള്ളൂ. നമുക്ക് നേരെ ഇനി നമ്മൾ താമസിക്കുന്ന റിസോർട്ടിൽ പോവാ. നമുക്ക് നാളെയാണ് ഷൂട്ട്. ഇന്ന് അവന് കോസ്റ്റ്യൂമും ബാക്കി കാര്യങ്ങളൊക്കെ നോക്കണം. ബാ, അവിടെ കിടന്ന് വിളിച്ചോണ്ടിരിക്കുക. അവളെ ഇടന്ന് ഉറങ്ങുമായിരുന്നു, ഫോൺ എടുത്തില്ല ഇത്ര നേരമായിട്ട്. നമ്മൾ ആ പ്രോപ്പർട്ടിയിലോട്ട് പോകുന്ന വഴി ഞാൻ ഇങ്ങനെ അല്ലാട്ടോ പ്രതീക്ഷിച്ചത്. പക്ഷെ കൊള്ളാം കേട്ടോ. ഇവിടെ 4 കെട്ട് സെറ്റപ്പ് കേട്ടോ. നമ്മള് പഴയ ആ ഷൂട്ടിന് നമുക്ക് പറ്റിയ സ്ഥലമാ. സെറ്റ് കേട്ടോ. കൊള്ളാം അല്ലേ? കറക്റ്റ് ഷൂട്ടിന് പറ്റിയ ലൊക്കേഷൻ ഇല്ലേ? ഇതൊക്കെ എന്ത് ഉള്ളിലോട്ടാടാ. ഇവരൊക്കെ എങ്ങനെയല്ലേ? നമ്മളൊന്നും അറിയത്തില്ല ഇതൊന്നും. ഇടുങ്ങി കണ്ട വഴി ഇല്ല, ചെറിയ വഴിയാ. അതും കുളവും, അപ്പുറത്ത് കുളവും. എടാ സ്വിമ്മിംഗ് പൂളും ഉണ്ട് കേട്ടോ. ഞാൻ അമ്പോട്ടിനും സ്വിമ്മിംഗ് പൂളിൽ കാണും. അതിന് മീൻ കാണും കേട്ടോ. ഇതിന് മീൻ പിടിച്ച് നമുക്ക് പുറത്തൊക്കെ തിന്നായിരിക്കും. ഞാൻ എന്തൊക്കെ കഥയെ സൃഷ്ടിക്കുന്നേ. കാശ് നോക്ക്. ഗെറ്റ് ഔട്ട്. പെതുക്കെ ഗൈസ്, ഇവിടെ രക്ഷയില്ലാത്ത വ്യൂ ആട്ടോ. എന്റെ മോന് ഇത് വെറൈറ്റി ഒരു സ്റ്റേ ആട്ടോ ഗൈസ്. അധികം അത്ര അണ്ടർറേറ്റഡ് ആയിട്ടുള്ളൊരു സ്ഥലം ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടാ. നമുക്ക് സ്ഥലം നോക്ക് ഗൈസ്. നിങ്ങള് കറക്റ്റ് നമ്മുടെ ഒരു പഴയ ഒരു തറവാട് ഫീല് ഇല്ലേ? അല്ലേ? അടിപൊളി കേട്ടോ ഗൈസ്, ഒരു രക്ഷയില്ല. അമ്പോട്ടോടെ ഹാപ്പി. നടുക്കൊരു കുളം. ഇത്ര ഏരിയ നമ്മളെ കേട്ടോ. അതാ ഈ 4 കെട്ടിൽ തമ്പുരാൻ പ്രവീൺ തമ്പുരാനാ? അല്ല അല്ലല്ല. ശരി, ഇന്ന് നീ നാളാവൻ. ശരി. ഇനി കുറച്ച് ദിവസം. പക്ഷെ ഞാൻ ആലോചിക്കുകയാണെ, ഇത്രയും മരങ്ങളും ഉണ്ട്, എല്ലാം ഉണ്ട്, എന്നിട്ടും ചൂടാ. തറ വരെ ചൂട്. ഈ ചൂടത്ത് ഈ പുല്ല് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നവരെ സമ്മതിക്കണം. സത്യത്തിൽ കറക്റ്റ് വെള്ളം ഒഴിച്ചേ. അത് ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല. എത്ര ഒഴിച്ചിട്ട് മീൻ വളർത്തും ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ആ കുളത്തിൽ മീൻ. ഇതിൽ ആമയുണ്ട്. ഞാൻ ആമയെ കണ്ടായിരുന്നു ഗൈസ്. അല്ലടാ, ഞാൻ ആമയെ കണ്ടറാ. ചെറുക്കനെ നോക്കണേ. ഇവന് പിന്നെ സ്വർഗം കിട്ടിയാണക്കാ. അയ്യോ, റൂമിന്റെ ഇറങ്ങാൻ പറ്റത്തില്ല. അത് ഭയങ്കര അമ്പിളിയാ. അതുകൊണ്ട് നമ്മള് രക്ഷപ്പെട്ടു, സേഫാ. ശരി, ഞാൻ ഇത്ര എക്സ്പെക്ട് ചെയ്തില്ല. സ്റ്റേ. അപ്പൊ നാളത്തെ ഷൂട്ട് ഒരു രക്ഷയില്ലാത്ത സൂപ്പർ ആയിരിക്കും. ഇതാ പറഞ്ഞ അമ്പൂട്ടനെ കേറണം.
തല തട്ടരുത്. ഫുള്ളൊരു ഉടൻ. അയ്യോ ഇത് നോക്ക്, ഇത്രയും കട്ടി കേട്ടോ. അമ്പൂട്ടൻ അത്ര പറ്റത്തില്ല. അപ്പൊ ഗൈസ് ഇതാണ് നമ്മുടെ റൂം കേട്ടോ. നമ്മള് അലമാര എവിടെയാന്ന് കണ്ടുപിടിക്കണം. നമ്മൾ അലമാര ഇതാണെന്നും പറഞ്ഞ് ഇത് തുറന്നപ്പോ പുറത്തോട്ടുള്ള കഥ. ബാത്റൂം സെറ്റപ്പ് ആട്ടോ. ജഗ്ഗൂസി കൊണ്ട് ഗൈസ് ബാത്റൂമില് കാണിച്ചു തരാം. അത് സെറ്റപ്പ് ആട്ടോ. കണ്ടോ, ഇത് ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല ഇല്ലേ. അടിപൊളി ബാത്റൂം. കുഴപ്പമില്ല, ബാത്റൂം കുഴപ്പമില്ല. ജഗ്ഗൂസി ഉണ്ട്. ഇതിന്റെ അപ്പുറം എന്തോ ഇതിന്റെ 4 വഴി കൂടെ പുറത്തിറങ്ങാം. കക്കൂസി. ഇവിടെ ഒരു റൂം. അപ്പൊ മൃദുല രാവിലെ മേക്കപ്പ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ എന്തോടാ ഇതെന്തോ ഏണി. ഇവിടെ എന്തോ ഏണി. ഈ പണ്ട് രാജാക്കന്മാരൊക്കെ എനിക്ക് ഡൗട്ട് ഇവരിത് ഇങ്ങനെ ഇപ്പം ക്രിയേറ്റ് ചെയ്തായിരിക്കും. പണ്ട് തൊട്ട് ഇവിടെ ഉണ്ടതായിരിക്കും. അയ്യോ പാവം കൊച്ചിന് മാത്രം വരാൻ പറ്റുന്നില്ല. ഒരു പരിപാടി നടക്കത്തില്ല. മാറാ അങ്ങോട്ട്. എടാ മാറടാ. കിടില അമ്പൂ. നൈറ്റ് കഴിക്കാൻ ചപ്പാത്തി ചിക്കൻ കറി. അമ്പൂട്ടന് ദോശ. നമ്മൾ ഒരു ദോശ വാങ്ങിയിട്ടുണ്ട്. ഇവിടെ ഹോട്ടലൊന്നും പാടാട്ടോ. ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് വൻ ബുദ്ധിമുട്ടില്ലേ. ഓക്കെ ഇത് പെപ്പർ ചിക്കൻ കറിയാണോ? ഇവിടെ നാടൻ കഴിയണം. നാടൻ കോഴിക്കറിയാ. എരി അത്ര ഇല്ല, കുഴപ്പമില്ല. ആംബിയൻസ് ഒരു രക്ഷയില്ല. കല്യാണം മിക്കതും ഷൂട്ടാടാ. സേവ് ദ ഡേറ്റ് കല്യാണത്തിന്റെ ഷൂട്ട് അതല്ല, കല്യാണം നടത്താറുണ്ടെന്ന്. കാരണം ഒറ്റയ്ക്ക് ഒരു ഫാമിലി അങ്ങ് എടുക്കും. 5 റൂം ഇവിടെ ഓപ്പൺ ആയിട്ട്. സത്യേ ഇങ്ങനെയൊക്കെ കല്യാണം എന്ന് പറഞ്ഞാൽ ഒരു മെമ്മറി ആയിരിക്കും. ഭയങ്കര മെമ്മറി. നമ്മളെ കല്യാണം ഓർമ്മ പോലും ഇല്ല. ആരൊക്കെ സ്റ്റേജിൽ കയറിയെന്ന് പോലും അറിയാൻ വയ്യ. നമുക്ക് പരിചയം ഇല്ലാത്തവരുണ്ടായിരുന്നു. നമ്മൾ ഇങ്ങനെയൊക്കെ നടത്തുമ്പോ ഒരു നല്ല രസമാണ്. ലൈഫ് ലോങ് ആ ഒരു മെമ്മറി കാണും. സ്പെഷ്യൽ മൊമെന്റ് അല്ലേ. ഒന്നുകൂടെ കെട്ടിയാലോ? ഒന്നും കെട്ടിയ ക്ഷീണം മാറില്ല. നിന്റെ തത്ത കുളത്തിലും പോകും. കഴിക്കുമ്പോ പാടാ. അല്ല ആദ്യം അവൻ കഴിക്കും. അവനും ഏട്ടനും കഴിച്ചിട്ട് ഏട്ടൻ അവനെ കൊണ്ടുപോകുമ്പോഴല്ലേ ഞാൻ കഴിക്കുന്നത്. ആ നടപ്പുള്ള കാര്യമില്ല. ഞങ്ങക്ക് ആദ്യം വേണം കേട്ടോ. എനിക്കാണെങ്കിൽ വെപ്രാളമാണ് പെട്ടെന്ന് കഴിച്ചത്. പതിയെ കഴിച്ചാൽ ഇവന് ഏട്ടൻ കൊടുക്കും ഫുഡ്. പിന്നെ എങ്ങനെയായാലും ആദ്യം ഞങ്ങക്ക് ഫുഡ് വേണം. നടക്കും. ഞങ്ങളൊന്ന് ഒറ്റയ്ക്ക് കടിക്കാടാവുന്നവിടെ വെള്ളം. ഗൈസ് അപ്പൊ നമുക്ക് റൂമിന് ചെറിയൊരു പ്രൊമോഷൻ കിട്ടി. നമ്മൾ ഇങ്ങോട്ടായിട്ടോ. നമ്മൾ ആ റൂമിൽ നമുക്ക് കബോർഡും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അതുപോലെ സ്പേസ് കുറവായിരുന്നു കുറച്ച്. അല്ല അമ്പൂട്ടനെ ഫോട്ടോ ഒക്കെ എടുക്കണമെങ്കിൽ അമ്പൂട്ടനെ ഞാൻ ഒരുങ്ങാൻ പോകുന്ന സമയത്ത് ഏട്ടന് അമ്പൂട്ടന് റെസ്റ്റ് എടുക്കാനൊക്കെ നല്ല ഇത്രയും മുമ്പേ അവര് വന്നിട്ട് എനിക്ക് ഡ്രസ്സൊക്കെ അളവൊക്കെ ഇട്ട് നോക്കി. മൃദുലൊക്കെ ഇട്ട് നോക്കി. മൃദുല അടിപൊളി കോസ്റ്റ്യൂമാണ്. 2 കോസ്റ്റ്യൂം ഭയങ്കര ഇഷ്ടപ്പെട്ടേട്ടാ. ഇത് നമ്മളെ ആഭരണം, യക്ഷികളുടെ ആഭരണം. യക്ഷിയുടെ ഇനി മണിച്ചിത്രത്താഴിന്റെ ക്യാരക്ടറിന്റെ പേരെന്തായിരുന്നു? ശരിയായില്ല. ആ ക്യാരക്ടറിന്റെ പേരെന്തായിരുന്നു? ആ ഗംഗ. ഓ ഗംഗേ. ഗൈസ് ഇത് എവിടുന്നോ പൊളിച്ചോണ്ട് വന്നതാണെന്ന് ഗൈസ് ഈ സാധനം. ഇല്ലേ എവിടുന്ന് പൊളിച്ചോണ്ട് വന്ന് ഇവിടെ അങ്ങനെ ഫിക്സ് ചെയ്താന്ന്. ഓരോന്നൊക്കെ എത്ര ടൈം എടുക്കുന്ന അറിയോ പണിയാൻ. നോക്കി ഇതിനകത്തൊക്കെ ഇപ്പം മിഷൻ വർക്കൊക്കെ ഉണ്ടെങ്കിൽ പോലും എന്നാലും ഇത് കിട്ടില്ല യൂണിറ്റ്. മൃദുലക്ക് ഇവിടുന്ന് മേക്കപ്പ് ഒരു ഷൂട്ട് എടുക്കണേ. അതായത് ഇതിനകത്ത് സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഇതിനകത്ത് ഇങ്ങനെ എടുത്ത് കമ്മലൊക്കെ മാലയൊക്കെ ഇട്ട് സെറ്റ് ആക്കണം. പക്ഷെ സമയം കിട്ടുമെന്ന് അറിയത്തില്ല. നാളെ സെറ്റ് ആക്കാം. ഏട്ടാ ഇതൊക്കെ ജനലായിട്ടാ. 1 2 3
4 വാതിൽ. ബാക്കിലും ഉണ്ട് 3 ഇതിനകത്ത് 4 വാതിൽ. 4 വാതിൽ. അപ്പുറത്തൊരു യൂണിറ്റ് ഉണ്ട്, ഒരു കുറച്ച് റൂം പോലെ ഉണ്ട്, അത് കാണിച്ചു തരാം. ഇവിടെ നമുക്കൊരു ടോയ്ലറ്റ് ഉണ്ട്. ഇവിടെ ഒരു അടിപൊളി ഈ ഒരു റൂമിന് എന്ത് പറയുന്നത്, ഇത്രയും ഒരു കിടില ബാത്റൂം പ്രതീക്ഷിക്കൂല ഇല്ലേ. നല്ലൊരു ഷവർ യൂണിറ്റ് ഉണ്ട് കേട്ടോ അവിടെ. ഇത് കണ്ടോ, സ്റ്റോർ റൂം ആയിരിക്കും അല്ലേ. ഇരുട്ട് ഇരുട്ടാ. ഇവിടെയും വാതില്. കുടം കണ്ടോ, കുടം. എസ്തറ്റിക്. എന്റെ കോസ്റ്റ്യൂം നാളത്തെ ഇതാണ് മൃദുലയുടെ നാളത്തെ കോസ്റ്റ്യൂം. ഇത് ഒരു കോസ്റ്റ്യൂം കേട്ടോ, ഇനി ഒരെണ്ണം കൂടി ഉണ്ട്. അടിപൊളി. ഇതിന്റെ മുകളിലാണ് 10,000 കേട്ടോ. വെയിറ്റ് ഉണ്ടോടാ? പിന്നെ ഭയങ്കര വെയിറ്റാ. വെയിറ്റ് ഒരു രക്ഷയില്ല കേട്ടോ. മച്ച് ഞാൻ 10,000 എന്ന് പറഞ്ഞു. അത് ഹുക്ക് ഇടില്ലെങ്കിൽ രാത്രി ആരെങ്കിലും വരുമോ? അല്ല കുറ്റിയിട്ടേ സമാധാനക്കുറവ് വേണ്ട, നമുക്ക് പിന്നെ പേടിയൊന്നും ഇല്ലാത്തോണ്ടേ. അത്രേ ഉള്ളൂ. നമ്മളെ ഫസ്റ്റ് ഷൂട്ടാണ് നാളെ. അറിയാലോ, നമ്മൾ ഇന്നേ വരെ ഷൂട്ടും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. നമ്മൾ ആദ്യത്തെ ഷൂട്ടാണ്. അതെ, നമ്മൾ കഴിഞ്ഞ വർഷം നമ്മൾ ഓണവും വിഷുവോ കാര്യങ്ങളൊന്നും ആഘോഷിച്ചില്ലായിരുന്നു. അപ്പോൾ നാളെ അടിപൊളിയായി. മൃദുല ഡ്രസ്സ് ഇട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, സൂപ്പറായിരുന്നു. അതുപോലെ നമ്മൾ അമ്പൂട്ടനെ നാളെ കൃഷ്ണനാക്കുന്നുണ്ട്. അമ്പൂട്ടനെ ഇട്ടിട്ട് കൃഷ്ണൻ. അതെ, നമ്മുടെ ആദ്യത്തെ വിഷുവാ. വിഷു, ആദ്യത്തെ ഓണം നമ്മളെല്ലാം പൊളിക്കും ഇല്ല അമ്പോ. അപ്പൊ അത്രേ ഉള്ളൂ ഗൈസ്. അപ്പം ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യണം. അപ്പോൾ ഹോപ്പ് ഗൈസ് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അഭിയുള്ള വീഡിയോ ആണെന്നൊരേ ബൈ. മൃദുലക്ക് നാളെ 4 മണിക്ക് എണീക്കണം. ഞാനും അമ്പൂട്ടിന് ഉറങ്ങും. 4:30 അവര് വരും. അതിന് മുന്നേ ഞാൻ കുളിച്ച് റെഡി ആയിട്ട് ഇരിക്കണം.